ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതിയും ഫ്രണ്ട്സുകളും ഹോസ്റ്റലിൽ എത്തിയ ശേഷം ടിവിയിലെ ഡാൻസും പ്രോഗ്രാമും ഒക്കെ കാണാണ്. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ടും കൊണ്ടാണ് മുക്തയും ഫ്രണ്ട്സുകളും വരുന്നത്. എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങാണ്. മുക്തയുടെ ഫ്രണ്ട്സുകൾ പറയാണ്, ഇവൾക്ക് ഇപ്പോൾ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. വാർഡനെ കയ്യിലെടുത്ത ശേഷം ഇപ്പോൾ ഈ ഹോസ്റ്റലിൽ തന്നെ അവർ ഭരിക്കാമെന്നാണ് ഇവരുടെ മനസ്സിലിരിപ്പ്. മുക്ത ഇത് വിട്ടുകൊടുക്കരുത് എന്ന് പറയട്ടോ. അങ്ങനെ മുക്ത ചെന്നിട്ട് ടി വി അങ്ങ് ഓഫാക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള എല്ലാ കുട്ടികളോടും പറയാണ്, എല്ലാവരും ഇനി റൂമിലേക്ക് പോയിക്കോ, എനിക്ക് കുറച്ച് നേരം ഫുട്ബോൾ കാണണം എന്ന് പറയുമ്പോൾ ഐഷയും ജെന്നിഫറും പാർവതിയും അവിടെ തന്നെ നിൽക്കാണ്ടോ. എന്നിട്ട് പറയാണ്, നീ എന്തിനാണ് ടി വി ഓഫാക്കിയത്? നിന്നോടല്ലേ പറഞ്ഞത് റൂമിലേക്ക് പോവാൻ, എനിക്ക് കുറച്ച് നേരം ഫുട്ബോൾ കാണണം എന്ന് പറയുമ്പോൾ നീയും നിൻ്റെ ഫ്രണ്ട്സുകളല്ലേ രാവിലെ മുതൽ തുടങ്ങിയതല്ലേ ടി വി കാണൽ? ഇതിലെ നിങ്ങൾ മൂവീസും എല്ലാം കണ്ടതല്ലേ? ഇനി ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കണ്ടോട്ടെ, നീ എന്തിനാ അതിന് തടസ്സം നിൽക്കുന്നത്? ഞങ്ങൾ ഇത്രയും നേരം ഇടത്തിൻ്റെ കൂടെ അമ്പലത്തിൽ പോയി തിരിച്ചെത്തിയതേ ഉള്ളൂ. ഇനി കുറച്ച് നേരം ഞങ്ങളും ഒന്ന് റിലാക്സ് ചെയ്ത് ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറയുമ്പോൾ മുക്ത അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ മുക്തയുടെ ഫ്രണ്ട്സുകൾ പാർവതിയോടും ജെന്നിഫറിനോടും ഐഷയോടും മീരയോടൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ്. ഞങ്ങളിവിടെ മാസം 10,000 രൂപ റെന്റ് കൊടുത്തിട്ടാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. നിങ്ങളെപ്പോലെ 4,000 അല്ല ഞങ്ങൾ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ മീര പറയണ, നിങ്ങൾ എത്ര കൊടുത്തിട്ടും കാര്യമില്ല, എല്ലാവർക്കും ഇവിടെ ഒരുപോലെ അവകാശമുണ്ട്. നിങ്ങൾ ഒന്നും കൈയടക്കാൻ വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും അവർക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി കയ്യാങ്കളി കളിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ മുക്ത പറയാണ്, ഒന്ന് നിർത്തുന്നുണ്ടോ എന്നും പറഞ്ഞ് മുക്ത ഫ്രണ്ട്സുകളുമായിട്ട് അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ പാർവതിയും മീരയും ഐഷയും ജെന്നിഫറും പറയണേ, ഇവളെന്താ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ പോയതാണല്ലോ, ഇത് എന്തോ ഒരു ചതിയുണ്ട്, എന്തോ ഒരു കെണി ഒപ്പിക്കാനാണല്ലോ അവളിപ്പോൾ മിണ്ടാതെ പോയത് എന്ന് പറയുമ്പോൾ എന്ത് കെണിയാണെങ്കിലും നമുക്കത് നേരിടാം എന്ന് ജെന്നിഫർ പറയാണ്. അങ്ങനെ മുക്തയോട് ഫ്രണ്ട്സുകൾ ചോദിക്കുകയാണ്, അല്ല മുക്ത, നീ ഇങ്ങനെയല്ലല്ലോ, നീ അങ്ങനെ പ്രതികരിക്കാതെ പോരുന്ന ആളല്ലല്ലോ, എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, ഇന്നുകൂടിയാണ് ആ പാർവതി ഇവിടെ ഈ ഹോസ്റ്റലിലും ഇവിടെ തന്നെ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അവൾക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുക്ത റൂമിലേക്ക് പോവാട്ടോ. അപ്പോൾ മുക്തയുടെ ഫ്രണ്ട്സുകൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തോ ഒരു കെണി ഒപ്പിച്ചിട്ടുണ്ട് പാർവതിക്കെതിരെ മുക്ത, അതുകൊണ്ടാണ് മുക്ത ഇപ്പോൾ പ്രതികരിക്കാത്തത് എന്നും പറഞ്ഞ് അവർ റൂമിലേക്ക് പോവാൻ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് പാർവതിയുടെ അച്ഛനും അമ്മയും ചേച്ചിയും കൂടെ ദാസിന്റെ മകളുടെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങാൻ കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ദാസ് വന്നിട്ട് പറയുന്നത്, എന്നോട് ക്ഷമിക്കണം ചേട്ടാ, എൻ്റെ മരുമകനിക്ക് ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിനോട് താല്പര്യമില്ല, അതുകൊണ്ട് എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് ഒരേ ഒരു മരുമകനേ ഉള്ളൂ, അവനെ മുഷിപ്പിക്കാൻ എനിക്ക് കഴിയില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ദാസ് പോവാൻ കേട്ടോ. അത് കേട്ടതോടുകൂടി പാർവതിയുടെ അമ്മ ആ ദാസിൻ്റെ മുന്നിൽ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളെ കൈവിടരുത്, എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അവിടേക്ക് വരില്ലല്ലോ, ഇതിപ്പോൾ എൻ്റെ ഈ മോളെയും വെച്ച് ഞങ്ങൾ എങ്ങനെ നടുത്തെരുവിലേക്ക് ഇറങ്ങും എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോഴും ദാസിന് പിന്നെ ഒന്നും പറയാനാവാതെ ദാസ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. അപ്പോൾ പാർവതിയുടെ അച്ഛൻ പറയണ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഈശ്വരനായിട്ട് കാണിച്ചു തരും. പാർവതിയുടെ ചേച്ചി പറയണ, അച്ഛാ, നമ്മൾ ഈ ജനങ്ങൾക്കൊക്കെ എന്തെല്ലാം സഹായമാണ് അവർ ചോദിക്കാതെയും പറയാതെയും നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത്, എന്നിട്ട് നമുക്കിപ്പോൾ ഈ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വന്നപ്പോൾ ഒരാൾ പോലും നമ്മളെ സഹായിക്കാൻ വരുന്നില്ലല്ലോ എന്ന് പറയും. വിഷമിക്കേണ്ട മോളെ, എന്തെങ്കിലും ഒരു വഴി ഈ അച്ഛൻ കണ്ടുപിടിക്കും എന്നും പറഞ്ഞ് അകത്തേക്ക് പോവാണ്. സമയം ദാസ് രുദ്രപ്രതാപന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, പ്രതാപ, നീ പറഞ്ഞതുപോലെ ഞാൻ ജനകചേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. രുദ്രപ്രതാപം ഉണ്ണിയോട് പറയണേ, ഇനി എന്ത് ചെയ്യും ജനകൻ എന്നുള്ളത് ഞാനൊന്ന് കാണട്ടെ, ആ പാർവതിയെ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ വേണ്ടി പറഞ്ഞതല്ലേ, അയാൾ അത് അനുസരിച്ചില്ല, അയാളെ കൊണ്ട് ഞാനത് അനുസരിപ്പിക്കും, അയാൾക്ക് വീട് എവിടെയും കിട്ടാതെ അയാൾ നടുത്തെരുവിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് കാണണം എന്ന് രുദ്രപ്രതാപ് മനസ്സിൽ പകയോട് കൂടി ഉണ്ണിയോട് സംസാരിക്കുക. പിന്നീട് മുക്ത കരുണാകരനോട് സംസാരിക്കുകയാണ്, എന്തുണ്ടായി, ഇപ്പോൾ പാർവതിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ലല്ലോ, അവൾ നിങ്ങളുടെ കാല് പിടിക്കുമെന്ന് പറഞ്ഞ് എന്തുണ്ടായി, അതും നടന്നില്ല, അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഗൗരവത്തിൽ തന്നെ നിൽക്കണം, എന്നിട്ട് നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ഗൗരവം ഒന്നും അധികാരവും സ്ഥാനവും ഒന്നും തന്നെ ഈ ഗാർമെൻസിലുള്ള ജോലിക്കാർ തരുന്നില്ല, അത് ഈ പാർവതി വന്നതോടുകൂടി നശിച്ചു, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ആ പഴയ അധികാരം വീണ്ടെടുക്കാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരാം, അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും പാർവതി ഗാർമെൻസിൽ നിന്നും കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ കഴിയും. അപ്പോൾ കൈലാസ് സാറും PK സാറിനും ഒരു തടസ്സവും നിൽക്കാൻ കഴിയില്ല, ഞാൻ പറയുന്ന ഈ വഴിയിലൂടെ തന്നെ നിങ്ങൾ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മുക്ത ഒരു ഉപായം പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് കേട്ടപ്പോൾ കരുണാകരൻ പറയണേ, ഇത് ഉറപ്പായും ഞാൻ ചെയ്തിരിക്കും, ഇന്ന് തന്നെ പാർവതിയെ ഈ ഗാർമെൻസിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് കരുണാകരൻ പോവാണ്. എന്നിട്ട് രഘുവിനെ വിളിച്ച് വരുത്താൻ കേട്ടോ. എന്നിട്ട് പറയണേ, ആ പട്ടിക്കാട്ടുകാരിയെ ഇന്ന് തന്നെ ഈ ഗാർമെൻസിൽ നിന്നും പുറത്താക്കണം, അതിനുള്ള ഒരു വഴിയാണ് ഞാനിപ്പോൾ നിന്നോട് പറയുന്നത്, അത് നീ ചെയ്യണം. പക്ഷേ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല, നമ്മളാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്ന് ആരും അറിയരുത്, അതിനുള്ള ഒരു വഴിയാണ് നീ നോക്കേണ്ടത്, ഒരു തെളിവും ഉണ്ടാവരുത്, അതുപോലെ നീ ചെയ്യണം എന്ന് പറഞ്ഞ് രഘുവിനോട്
കാര്യം പറയാം. രഘു ചോദിക്കുകയാണ്, അല്ല സാറേ ഞാനൊരു സംശയം ചോദിക്കട്ടെ, സാറിൻ്റെ സ്വഭാവം അനുസരിച്ച് പാർവതിയെ ഈ ഗാർമെൻസിൽ നിന്നും കഴുത്തിന് പിടിച്ച് പുറത്താക്കാവുന്നതേ ഉള്ളൂ, എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെ ചെയ്താൽ കൈലാസിനോടും പണിക്കർ സാറിനോടും നീ മറുപടി പറയോ എന്നങ്ങ് ചോദിച്ചതോടുകൂടി രഘുവിനോട് ദേഷ്യപ്പെട്ട് കരുണാകരൻ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാ നിൽക്കാണ്ടോ, നീ ആദ്യം ഞാൻ പറഞ്ഞ പണി ചെയ്യടാ എന്ന് പറയുമ്പോൾ രഘു എന്നിട്ട് ഫോൺ വിളിച്ച് ഒരാളോട് സംസാരിക്കുകയാണ്. എന്നിട്ട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുകയാണ്, ഇതുപോലെ ചെയ്യണം എന്നൊക്കെ. അങ്ങനെ പാർവതിക്കിട്ട് ഒരു മുട്ടം പണിയാണ് ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഫോൺ വെച്ച ശേഷം രഘുവിനോട് പറയാണ്, ഇനി നീ ഒന്നും അറിയാത്തതുപോലെ നിന്റെ ജോലിയിൽ ഏർപ്പെട്ടോ എന്ന് പറഞ്ഞ് കരുണാകരൻ പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ കരുണാകരൻ മനസ്സിൽ കരുതാണ്, പാർവതി ഇന്നത്തോടു കൂടി ഈ ഗാർമെൻറ്റ്സിലെ ജോലി നിനക്ക് അവസാനിച്ചടി എന്ന് മനസ്സിൽ ചിന്തിച്ച് നിൽക്കുകയാണ്. ഈ സമയം പാർവതി എല്ലായിടത്തും ക്ലീൻ ആക്കുക കേട്ടോ. പാർവതി അടിച്ചു വാരലും അതുകൊണ്ട് വേസ്റ്റിലിടലൊക്കെ ചെയ്യാണ്. അപ്പോൾ അതെല്ലാം തന്നെ കരുണാകരൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രഘുവിനോട് പറയണേ, എന്തായി അവൻ എത്താറായോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ഇവിടെ എത്തും എന്ന് പറയുമ്പോൾ കരുണാകരൻ പറയണേ, അവനെ വിശ്വസിക്കാൻ കൊള്ളുമോ എന്ന് ചോദിക്കുമ്പോൾ, ഈ 100% വിശ്വസിക്കാം സാറേ എന്ന് പറയട്ടോ. അങ്ങനെ പാർവതി പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഡ്രസ്സുകളൊക്കെ അടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് കരുണാകരനും രഘുവും കൂടി ചെല്ലാണ്. എന്നിട്ട് പറയണം, പാർവതി നീ കരുണാകരൻ സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ, ഞങ്ങൾക്ക് ഇവിടെ സ്റ്റോക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് രഘു പറയട്ടോ. അങ്ങനെ കരുണാകരനും രഘുവും അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പാർവതിയെ പറഞ്ഞു വിട്ട ശേഷം രഘു അവിടെയുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് ഓരോ ഭാഗങ്ങളിലായിട്ട് ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. ഓരോ പാക്ക് ചെയ്ത ഡ്രസ്സുകളും അവിടെ ഇവിടെയായിട്ട് ഒളിപ്പിച്ച് വെക്കുകയാണ്. കുറച്ച് ഡ്രസ്സുകൾ വേസ്റ്റ് ഇടുന്ന ഭാഗത്തേക്കും ഇടുകയാണ്. അങ്ങനെ എല്ലാ ഡ്രസ്സുകളും മാറ്റി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് പാർവതിക്ക് ഞാനൊരു കാര്യം മറന്നല്ലോ എന്നുള്ള ഭാവത്തിൽ വീണ്ടും അവിടേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കരുണാകരനും രഘു അങ്ങ് ഞെട്ടിപ്പോവാണ്, പാർവതിക്ക് എന്തെങ്കിലും സംശയം വന്നു എന്നുള്ള ഭാവത്തിൽ. എന്നിട്ട് പാർവതി, സാറിന് എന്താണ് കുടിക്കാൻ വേണ്ടത്, ചായയാണോ കാപ്പിയാണോ എന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും കുഴപ്പമില്ല, സാവകാശം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മതി, എൻ്റെ ടേബിളിലേക്ക് നല്ല ചൂടോടെ ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പാർവതിയെ പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ പാർവതി പോയി കഴിഞ്ഞ ശേഷം ഇവരെല്ലാവരും ഈ ഡ്രസ്സുകളൊക്കെ അവിടെ ഇവിടെയായി ഒളിപ്പിച്ച് വെക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഡ്രമ്മിനകത്തിടുകയാണ്. എന്നിട്ട് രഘു പറഞ്ഞ ആൾ അതുവഴി വരികയാണ് കേട്ടോ. എന്നിട്ട് അയാൾ ആരും കാണാതെ ബാഗിലാക്കിയിട്ട് ഈ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോവാണ്. ഡ്രമ്മിലിട്ട ഡ്രസ്സുകളൊക്കെ അയാൾ അത് എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ കരുണാകരൻ രഘുവിനോട് ചോദിക്കുകയാണ്, നീ പറഞ്ഞ ആൾ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ, അവൻ പണി ആരംഭിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ പാർവതിയെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കരുണാകരൻ പറയണേ, അവൾ കമ്പനിയിൽ നിന്നും നാണം കെട്ട് ഇറങ്ങി പോവേണ്ടി വരും, അതിനുള്ള വഴിയൊക്കെ ഇനിയിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും നീ പ്രിയനോട് ഇവിടേക്ക് വരാൻ പറ എന്ന് പറഞ്ഞ് രഘുവിനെ പ്രിയനെ വിളിക്കാൻ പറഞ്ഞേക്കാം കേട്ടോ. എന്നിട്ട് പ്രിയൻ അവിടെ നിന്ന് കണക്കെടുക്കുന്ന സമയത്ത് രഘു ചെന്ന് പറയാണ്, കരുണാകരൻ സാറ് വിളിക്കുന്നുണ്ട് പ്രിയനെ എന്ന് പറഞ്ഞ് പ്രിയൻ കരുണാകരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ സാർ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, നീ ആ ജനറേറ്റർ റൂമിൽ പോയിട്ട് ഡീസൽ എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് പ്രിയനെ അവിടേക്ക് പറഞ്ഞയക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം രഘു ഏർപ്പാടാക്കിയ ആള് ബാഗിലേക്ക് ഈ ഡ്രസ്സുകളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രിയൻ അതുവഴി വരുന്ന സമയത്താണ് ഇയാൾ അതിനെ കാണുന്നത്. അപ്പോൾ ഇയാൾ ഇത് ബാഗിലാക്കുന്നത് കാണുമ്പോൾ പ്രിയൻ ഞെട്ടിപ്പോവാണ്, ഇവൻ എന്താ ഈ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ പ്രിയൻ അയാളുടെ അടുത്ത് വന്നിട്ട് അങ്ങ് ചോദിക്കുകയാണ്, എന്താടാ നീ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ച് പ്രിയൻ അയാളെ കൈയോടെ പിടിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും അയാൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രിയൻ വിട്ടുകൊടുക്കാതെ അയാളെ പിടിക്കുകയാണ്. എന്നിട്ട് ആ ബാഗുമായിട്ട് നേരെ ഗാർമെൻസിൻ്റെ അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പ്രിയൻ്റെ കയ്യിൽ നിന്നും അയാൾക്ക് കണക്കിന് കിട്ടുന്നുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്കും കരുണാകരനും രഘു അവിടേക്ക് വരികയാണ്. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, കണക്കെടുക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇതാ നമ്മുടെ ജനലിൻ്റെ ബാക്കിൽ നിന്നും ഇയാൾ കുറേ ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് പോവായിരുന്നു എന്ന് പറയുമ്പോൾ, ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് പോവേ എന്ന് ചോദിക്കാട്ടോ. ആരാടാ നീ, ആര് പറഞ്ഞിട്ടാടാ നീ ഇവിടേക്ക് വന്നത് എന്ന് കരുണാകരൻ ചോദിക്കുകയാണ്. അപ്പോഴൊക്കെ അയാളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ കരുണാകരൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാൾക്ക് നന്നായിട്ട് തന്നെ കണക്കിന് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ അടി കിട്ടുമ്പോഴും കരുണാകരനും മനസ്സുകൊണ്ട് പുഞ്ചിരിക്കുകയാണ്. അങ്ങനെ അയാൾക്ക് ഒരുപാട് അടി കിട്ടിയ ശേഷം അയാൾ പറയുന്നത്, ഇനി എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഇവിടെ നിന്നും ഒരുപാട് കാലമായി തുണി എടുത്തുകൊണ്ട് പോകുന്നതാണ്, എന്നിട്ട് ഞാനിത് സൈഡായിട്ട് വിൽക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ, നിനക്ക് ആരാടാ ഇത് തന്നത് എന്ന് ചോദിക്കുമ്പോൾ, പാർവതിയാണ് എനിക്കിത് തന്നത് എന്നങ്ങ് പറയാട്ടോ. അതോടുകൂടി എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ പാർവതി പറയണേ, ഞാൻ എങ്ങനെ ഇയാൾക്ക് തന്നു, ഞാൻ ഇയാളെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, ഇയാൾ കള്ളം പറയുന്നതാണ്, എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഇയാളെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ കരുണാകരൻ പറയാണ്, നീ എങ്ങനെ ഈ പാർവതിയെ കാണും, പാർവതി ഇവിടെ വന്ന് ജോലിക്ക് വന്നിട്ട് തന്നെ ആകെ 1 മാസമേ ആയിട്ടുള്ളൂ, സ്ഥലത്ത് പുതുതായി വന്നതാണ് പാർവതിക്ക് ഇവിടെ എന്താണ് ഏതാണ് എന്ന് പോലും അറിയില്ല, നീ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാടാ പാർവതിയുടെ പേര് പറയുന്നത് എന്ന് കരുണാകരൻ ചോദിക്കുമ്പോൾ പ്രിയൻ്റെ മനസ്സിലൊരു സംശയം വരികയാണ്. അങ്ങനെ പ്രിയ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇയാൾ എന്തിനാണ് പാർവതിക്ക് സപ്പോർട്ടായി സംസാരിക്കുന്നത്, ഇതിലെന്തോ ഒരു ചതിയുണ്ടല്ലോ എന്ന് പ്രിയ മനസ്സിൽ ചിന്തിക്കുകയാണ്. കരുണാകരൻ ചോദിക്കുകയാണ്, നീയും പാർവതിയും തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ കടയിലേക്ക് ഈ പെൺകുട്ടി വന്നിരുന്നു, എന്നിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു, ഞാൻ കുറച്ച് പ്രാരാബ്ധത്തിലാണെന്നും എൻ്റെ വീട് പണയത്തിലാണെന്നും എൻ്റെ ചേച്ചിയുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല എന്നും അങ്ങനെ എല്ലാ വിവരവും എന്നോട് പറഞ്ഞു, എനിക്ക് ഗാർമെൻറ്റ്സിൽ നിന്ന് കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛമാണ്, അതുകൊണ്ട്
അതുകൊണ്ട് എന്നെ നിങ്ങളൊന്ന് സഹായിക്കണം, ആരും അറിയില്ല എന്ന് പറഞ്ഞ് എന്നോട് കെഞ്ചിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ കൂട്ടുനിന്നത്. ഈ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് പോയാൽ 10,000 രൂപയാണ് കിട്ടുക, അതിൽ നിന്ന് നേർപകുതി 5,000 രൂപ ഈ പെൺകുട്ടിക്കും ഞാൻ കൊടുക്കാറുണ്ട് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ആകെ അന്തം വിട്ടു പോവാണ്. പാർവതി ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോഴൊക്കെ പ്രിയന് നല്ല സംശയം വരികയാണ്. അപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് പറയണേ, ഇങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല, ഇയാൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല, ഇയാൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്, എൻ്റെ അമ്മയാണ് സത്യം, എനിക്കിതൊന്നും അറിയില്ല, ഇയാൾ എന്നെ വെറുതെ ചതിക്കുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് കരുണാകരൻ പറയണേ, നീ മിണ്ടാതെ നിന്നോളണം, ഇയാൾ നിന്നെ അറിയില്ലെങ്കിൽ എങ്ങനെ നിന്റെ കുടുംബചരിത്രം വരെ ഇയാൾക്ക് അറിയാൻ കഴിയും. പാർവതി പറയാണ്, അത് തന്നെയാണ് സാർ എനിക്കും സംശയം, ഇയാൾക്ക് എങ്ങനെ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല സാർ, ഞാൻ പറയുന്നത് സത്യമാണെന്ന് വീണ്ടും പറയുമ്പോൾ കരുണാകരൻ പറയണേ, രഘു ഇപ്പം മനസ്സിലായില്ലേ, ഞാൻ നിന്നോട് സ്റ്റോക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞില്ലേ ഡ്രസ്സുകളൊക്കെ കമ്മിയുണ്ടെന്ന്, അപ്പം നീ എന്താ സാമ്പിളിന് പോയിട്ടുണ്ടാകുമെന്നല്ലേ നീ പറഞ്ഞത്, ഇപ്പോൾ എന്തുണ്ടായി, സാമ്പിൾ ആണോ അതോ ഇവിടെ നിന്നും കട്ടുകൊണ്ട് പോവുകയാണെന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ എന്ന് കരുണാകരൻ ചോദിക്കുക. കരുണാകരൻ എല്ലാവരോടും സ്റ്റോക്ക് റൂമിലേക്ക് വരാൻ വേണ്ടി പറയണേ. എന്നിട്ട് എല്ലാവരോടും ഈ സ്റ്റോക്ക് റൂം ഒന്ന് പരിശോധിക്കണം, ഇനിയും എവിടെയെങ്കിലും ഡ്രസ്സുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ലല്ലോ, രഘു നീ ഒന്ന് പോയി ചെക്ക് ചെയ്യേ എന്ന് പറയട്ടോ. അപ്പോൾ കരുണാകരൻ പറയും, അല്ലെങ്കിൽ വേണ്ട രഘു നീ ചെക്ക് ചെയ്യേണ്ട. അപ്പോൾ ഇവരൊക്കെ പറയും, എനിക്ക് പാർവതിയോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ തന്നെ എല്ലാതും ഒളിപ്പിച്ച് വെച്ചിട്ട് ഇവളുടെ മേൽ പഴി ചാരാൻ വേണ്ടിയിട്ടാണെന്ന് പറയും, അതുകൊണ്ട് നീ ചെയ്യണ്ട, പ്രിയനും ജയന്തിയും സൗന്ദര്യയും മോഹനനും ഒന്ന് ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവരെ 4 പേരെയും സ്റ്റോക്ക് റൂമിലേക്ക് പറഞ്ഞു വരാൻ കേട്ടോ. എന്നിട്ട് അവർ ഓരോരുത്തരായിട്ട് ഓരോ ഭാഗങ്ങളിൽ നോക്കുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ഡ്രസ്സുകൾ കിട്ടുകയാണ്. അപ്പോൾ എല്ലാവരും അതിശയത്തോടു കൂടി നോക്കാൻ കേട്ടോ. എന്നിട്ട് കരുണാകരൻ പറയണേ, ഇത് ഇത്രയും കാലം ഓരോന്നും ഒളിപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ കട്ടെടുത്ത് കൊണ്ടുവിടുകയാണെന്നുള്ളത് ആരറിഞ്ഞു, ഇതൊക്കെ രഘു നിന്റെ ഡ്യൂട്ടിയല്ലേ, നീയല്ലേ ഈ സ്റ്റോക്കൊക്കെ ക്ലിയർ ചെയ്യേണ്ടത്, നീ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ രഘു പറയണ, അത് പിന്നെ സാർ എന്ന് പറയുമ്പോൾ, നീ ഇപ്പോൾ നല്ലവനായി സംസാരിക്കൊന്നും വേണ്ട, നീയാണ് ഇതൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്, എന്നിട്ടിപ്പോൾ പാർവതിയെ കുറ്റപ്പെടുത്താൻ നിനക്കും നല്ല ഉത്സാഹമുണ്ടല്ലോ എന്നൊക്കെ കരുണാകരൻ പറയണേ. അപ്പോൾ പാർവതി തന്നെയാണ് ഇത് ചെയ്തത് എന്ന് കരുണാകരൻ വരുത്തി വെക്കുമ്പോൾ പാർവതി പറയണേ, ഇല്ല സാർ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇതിലെന്തോ ഒരു ചതിയുണ്ട് എന്ന് പാർവതി കരഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും പാർവതി, നിന്നെ കൈയോടെ പൊക്കിയപ്പോൾ നീ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ് നല്ലത്, ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രിയം പറയണേ, ഞാൻ പറയുന്നത് കൊണ്ട് സാർ ഒന്നും വിചാരിക്കരുത്, അല്ല ഇത് സ്റ്റോക്ക് റൂമാണ്, ഈ റൂമിലേക്ക് എല്ലാവരും വരാറുണ്ട്, അപ്പോൾ പിന്നെ ഇത് പാർവതിയാണ് ചെയ്തത് എന്നുള്ളത് എങ്ങനെ അറിയാൻ കഴിയും, പാർവതിയാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ കരുണാകരനും രഘു എന്നങ്ങ് പതറുണ്ടോ. എന്നിട്ട് പ്രിയ രഘുവിനെ തന്നെ തുറിച്ചു നോക്കാണ്. അപ്പോൾ രഘു പറയാണ്, എന്തിനാണ് പ്രിയ നീ എന്നെ തുറിച്ചു നോക്കുന്നത്, എനിക്കൊന്നും അറിയില്ല. പ്രിയനും ജയന്തിയും മോഹനനും സൗന്ദര്യമൊക്കെ പറയണേ, ഇല്ല പാർവതി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് വീണ്ടും പറയുന്ന സമയത്ത്, അല്ല പ്രിയ ഞാൻ എന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഇവൻ എവിടെ നിന്നാണ് ഈ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് നീ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ആ വേസ്റ്റ് ഡ്രമ്മിൻ്റെ അവിടെ നിന്ന്, ആ വേസ്റ്റ് ഡ്രമ്മിലൊക്കെ കുപ്പ കൊണ്ടേയിടുന്നതും വേസ്റ്റ് കൊണ്ടേയിടുന്നതും എല്ലാം തന്നെ ഇവളല്ലേ, അല്ലാതെ വേറെ ആരുമല്ലല്ലോ, അപ്പം പിന്നെ ഇവൾ എവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നത്, ആ ഭാഗത്തൊക്കെ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്ക്, എന്നിട്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം പിന്നെ ഇവളല്ല തെറ്റ് ചെയ്തത് എന്ന് വിശ്വസിക്കാം, അതല്ല അവിടെ നിന്നൊക്കെ ഇവള് കൊണ്ടുവച്ച ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇവള് തന്നെയാണ് പെരിങ്കള്ളി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, അത് പിന്നെ സാർ അങ്ങനെയല്ല എന്ന് വീണ്ടും അവർ പറയുമ്പോൾ, അല്ല നിങ്ങൾക്കല്ലേ ഇവള് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങളല്ലേ വിശ്വസിക്കുന്നത്, അപ്പോൾ നിങ്ങൾ തന്നെ ഇവൾ എവിടേക്കാണോ ജോലി ചെയ്യുന്നത് ആ ഭാഗത്തൊക്കെ ഒന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കണം എന്ന് പറഞ്ഞ് കരുണാകരൻ പ്രിയനോടും മോഹനനോടും സൗന്ദര്യോടും ജയന്തിയോടൊക്കെ അവിടെ പോയി തിരയാൻ വേണ്ടി പറയട്ടോ. അങ്ങനെ അവർ 4 പേരും കൂടി പാർവതി ജോലി ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ പോയി തിരയുകയാണ്. അവിടെയൊക്കെ കരുണാകരനും രഘുവും കൂടി ആരും കാണാതെ ഡ്രസ്സുകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവിടെ നിന്നൊക്കെ പ്രിയനും ജയന്തിക്കും ഒക്കെ ഡ്രസ്സ് കിട്ടുകയാണ്. അങ്ങനെ എല്ലാ തെളിവുകളും പാർവതിക്കെതിരെയായിട്ട് കരുണാകരനും രഘുവും ആക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കരുണാകരൻ പാർവതി തന്നെയാണ് മോഷ്ടിച്ചത് എന്ന് വരുത്തി തീർക്കാണ്.